വീറും വാശിയുമുള്ള കൗമാര കലാമാമാങ്കത്തിന്റെ ഏറ്റവും വലിയ സസ്പെൻസ് ഒന്നേ ഉള്ളൂ. ആര് സ്വന്തമാക്കും ആ സ്വർണ്ണക്കപ്പ്? ആ ആദ്യ ദിനം മുതൽ കണ്ണൂരിന്റെ ഒരു ആധിപത്യം നമ്മൾ കണ്ടുവരുന്നതാണ്. ഇപ്പോൾ തൊട്ടു പിന്നാലെ ഇപ്പോൾ തൃശ്ശൂരാണ് ഉള്ളത്. നേരത്തെ അത് കോഴിക്കോടായിരുന്നു. ഇപ്പോൾ തൃശ്ശൂർ രണ്ടാം സ്ഥാനത്തേക്ക് എത്തുന്നു. തൊട്ടു പിന്നാലെ തന്നെ പാലക്കാടുമുണ്ട്. അങ്ങനെ ഓരോ നിമിഷത്തിലും ഈ പോയിന്റ് നിലകൾ ഇങ്ങനെ മാറി മാറി വരുമ്പോഴും നമ്മുടെ മനസ്സിലൊരു ഉദ്വേഗം ഉണ്ടാകുന്നുണ്ട്. ഇപ്പം ഇതൊക്കെ ഏത് നിമിഷവും മാറി വരാം എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ആ ഉദ്വേഗത്തിൻ്റെ പിന്നിലുള്ള റീസൺ. അപ്പോൾ നമുക്ക് ചോദിച്ചാലോ, കലോത്സവ നഗരിയോട് തന്നെ ആ ചോദ്യം ചോദിക്കാം. 64ാമത് കലോത്സവത്തിൽ ആര് നേടും ആ സ്വർണ്ണക്കപ്പ്? ശ്രീരാജ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ശ്രീരാജിന് കിട്ടിയ ഉത്തരങ്ങളിലേക്ക് പോകാം. ശ്രീരാജ്, പറയൂ, എങ്ങനെയായിരുന്നു ആ ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ? തൃശ്ശൂരിൽ കലോത്സവം ഇങ്ങനെ പൊടി പൊടിക്കുകയാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ജില്ലകൾ തമ്മിൽ നടക്കുന്നത്. നിലവിൽ കണ്ണൂരാണ് ഒന്നാമത്, തൊട്ടു പിന്നാലെ തൃശ്ശൂരും പാലക്കാടുമുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ എത്തിയവരുടെ അഭിപ്രായം എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ആരായിരിക്കും സ്വർണ്ണക്കപ്പ് നേടുക? ആരായിരിക്കും കപ്പടിക്കുന്നത്? കപ്പ് കണ്ണൂർക്കാർക്കുള്ളതല്ലേ, കണ്ണൂർക്കാർക്ക് അടിക്കും, ഉറപ്പാണത്. അവർ കയറി പോവാ. കഴിഞ്ഞ പ്രാവശ്യം അവരുടെ കയ്യിൽ നിന്ന് ചെറിയ വ്യത്യാസത്തിൽ കൈ തട്ടിപ്പോയതല്ലേ, ഈ പ്രാവശ്യം അവർക്കുള്ളത്. തൃശ്ശൂരിനെടുക്കും, പ്രതീക്ഷ നമുക്കത് ഉറപ്പായിട്ടും തൃശ്ശൂർ തന്നെ. കണ്ണൂര് ഒരു സംശയമില്ല, തൃശ്ശൂർ തന്നെ. അതല്ല പിന്നെ തൃശ്ശൂർ നമ്മൾ തൃശ്ശൂർക്കാരാണല്ലോ, അപ്പോൾ അത് പറയാം. മാക്സിമം കണ്ണൂരായിരിക്കും. കണ്ണൂര്, തൃശ്ശൂർ, തൃശ്ശൂർ അല്ല, ഉറപ്പായിട്ടും തൃശ്ശൂരിന് കിട്ടണമെന്നാണ് ആഗ്രഹം. നമ്മൾ തൃശ്ശൂർക്കാരായതുകൊണ്ട് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. പാലക്കാട്, അതെ, തീർച്ചയായിട്ടും പാലക്കാട്. ഞാൻ പാലക്കാട്ടുകാരൻ, അതുകൊണ്ടാ. തൃശ്ശൂർ അടിക്കണം എന്ന് ആഗ്രഹം. ഞങ്ങൾ തൃശ്ശൂർക്കാരാ. കപ്പ് അടിക്കണത് കണ്ണൂരാവാനാണ് ചാൻസ്. ഇപ്പോൾ സമാധാനം നിൽക്കല്ലേ, 739 പോയിന്റ് കേടും അല്ലേ. എനിക്ക് മലപ്പുറം അടിക്കണമെന്നാ. ഞാൻ മലപ്പുറം ജില്ലക്കാരനാണ്, മലപ്പുറം എടുക്കുന്നതാണ്. ഇനിയിപ്പോൾ നാളും കൂടി മത്സരം ഉണ്ടല്ലോ, കണ്ണൂർ തന്നെ ആയിരിക്കും ചാൻസ് കൂടുതൽ. കറക്റ്റ് അറിയില്ല, കണ്ണൂരാണ് ചാൻസ് കൂടുതൽ. കണ്ണൂരാണ്, കണ്ണൂരിന് അധികം ചാൻസ് കൂടുതൽ. കണ്ണൂരിനാണ്. തൃശ്ശൂരിന് കിട്ടണത് ഒരു ആഗ്രഹം, പക്ഷെ മിക്കവാറും കോഴിക്കോടിനായിരിക്കും കിട്ടുക. പാലക്കാട് കിട്ടണം എന്നാണ്. പാലക്കാടിനെ കപ്പടിക്കും. പക്ഷെ ആദ്യം തൃശ്ശൂര്, കണ്ണൂര്, തൃശ്ശൂര്, കോഴിക്കോട്, 3 ജില്ലകളാണ്. മുമ്പിൽ അതാണ്. എന്നാൽ അവസാനം വെച്ചിട്ട് പാലക്കാടിനെ വരും. കണ്ണൂർ അടിക്കും, ഉറപ്പ്. എപ്പോഴെങ്കിലും മാറി പറയാം ലീഡൊക്കെ. അത് പറഞ്ഞിട്ട് അത് മാറി മാറി വീണ്ടും അറിയാലോ. അപ്പോൾ അങ്ങനെയാണ് ആളുകൾ പറയുന്നത്. എന്തായാലും ഒറ്റ ദിവസം മാത്രമാണ് ഇനി മുന്നിലുള്ളത്. പോയിന്റ് നില എങ്ങനെ വേണമെങ്കിലും മാറി മറിയാം, ആര് വേണമെങ്കിലും സ്വർണ്ണക്കപ്പ് നേടാം. ക്യാമറമാൻ ഇന്ദ്രജിത്തിനൊപ്പം ശ്രീരാജ്, ന്യൂസ് മലയാളം.